ഹലോ ഗൈസ്, പിന്നില്ലേ നമ്മളൊന്നും എല്ലാവരും കൂടെ പോണത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കാൽമുറി മുറിയിക്കണ ഒന്ന് കെട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുറിയത് എങ്ങനെയെന്ന് കണ്ടിട്ട് വരും. ബാത്റൂമിൽ കയറിയപ്പോൾ ബാത്റൂമത്തെ കൊള്ളി പൊട്ടിക്കാണ്ട് കാൽമ കയറിയതാണ് കേട്ടോ. അപ്പോൾ ആകെ ചോരയും കളയുന്നത് 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് മുറിയോട് ഡ്രസ്സ് ചെയ്യാൻ വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഈ നഴ്സുമാർക്കൊന്നും ഒരു കണ്ണി ചോരില്ല. എന്താ അപ്പോൾ ഈ വലിയ മുറി കിട്ടുന്നത്? ഒരു മുറിയല്ല അത്. അതിന് കുറച്ചെങ്കിലും ഒരു പരിഗണന കൊടുക്കണ്ടേ? അങ്ങനെ നമ്മൾ പറഞ്ഞൊരു മയത്തിലൊക്കെ കെട്ടിക്കാളിട്ടാന്നും പറഞ്ഞ് നമ്മൾ അവിടുന്ന് അങ്ങനെ മുറിവ് ഡ്രസ്സിങ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്നാ വരേണ്ടത് നമുക്ക് ചോദിക്കണമല്ലോ. ജിംഷാവും ഞാനും മാത്രമേ ഹോസ്പിറ്റലിനുള്ളിൽ കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം കാറിൽ പുറത്തിരിക്കാൻ കേട്ടാ. അപ്പോൾ അവിടുന്ന് എല്ലാവരും ചാടിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞിട്ടാണ് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ അവിടുന്ന് നേരെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രീക്ക് ഹാർബർക്ക് ലൊക്കേഷൻ ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ജസ്മൽ പറഞ്ഞത് പെട്രോൾ ചെയ്യാന്ന്. അപ്പോൾ നേരെ പെട്രോൾ അടിക്കാൻ വിട്ട്. അപ്പോൾ പിന്നെ ഗ്രീക്ക് ഹാർബർ ഒഴിവാക്കി. നമുക്ക് കുറച്ച് വാച്ച് വാങ്ങാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഈവനിങ് ആകുമ്പോഴാണ് ദുബായിൻ്റെ ഒരു വൈബറയിൽ എന്താ രസം. അപ്പോൾ നമ്മൾ എത്തിക്കുന്നത് സഫ മൊബൈൽസിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ വാച്ച് കൊടുത്ത് പിന്നെ വാച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇർഫാനൊക്കെ വിചാരിച്ച വാച്ചുകളൊന്നും കിട്ടണില്ല. അപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ആക്കിയാണ്ട് വെച്ച് എങ്ങനെ ഒരു പുളിങ്ങെന്ന ചെറി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിലെത്തിയാണ് ഫുഡ് ഓർഡർ ചെയ്യാൻ കേട്ടോ. നമ്മൾ റൂമിലെത്തി എല്ലാവരും ഫ്രഷ് ആയിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവരും ഫുഡ് അടിക്കുക കേട്ടോ. KFC നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കേട്ടോ.